ലോകം മുഴുവൻ പ്രകൃതി ദുരന്തങ്ങളുടെ ആവൃത്തിയും നാശനഷ്ടവും കൂടി വരികയാണ്. ദുരന്തങ്ങളിൽ പൊലിയുന്ന മനുഷ്യജീവന്റെ എണ്ണവും നാശനഷ്ടങ്ങളുടെ വലിപ്പവും മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചു വരുന്നു. ആഗോളതലത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ 60% സംഭവിക്കുന്നത് ഏഷ്യ പസഫിക് ഭാഗത്താണ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും തീവ്രമായ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നാം ഉൾപ്പെടുന്ന കൊച്ചു കേരളവും ദുരന്ത സാധ്യതകളുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൂടാതെ മനുഷ്യന്റെ കൈകടത്തലുകൾ മൂലമുണ്ടാകുന്ന വനനശീകരണം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, അനിയന്ത്രിതമായ നഗരവൽക്കരണം, പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്കുണ്ടാകുന്ന ആഘാതം ഇവയെല്ലാം ദുരന്തങ്ങളുടെ ആവൃത്തിയും തീവ്രതയും കൂട്ടുന്നതിനൊപ്പം നാശനഷ്ടങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് ഒന്നിലേറെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബഹുമുഖ അപകട മേഖലകളിൽ ഒന്നാണ് കേരളം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കനത്ത മഴയുണ്ടാകുന്ന സമയങ്ങളിലാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ശക്തമായതോ നീണ്ടു നിൽക്കുന്നതോ ആയ മഴയെ തുടർന്ന് മലഞ്ചെരിവുകളിലെ പാറയും മണ്ണും ചേർന്ന മിശ്രിതം ജലപൂരിതാവസ്ഥയിൽ ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി കുന്നിൻ ചെരിവുകളിലൂടെ അതിവേഗതയിൽ താഴേക്ക് പതിക്കുന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. കേരളത്തിൽ ഉണ്ടാകുന്ന ഭൂരിഭാഗം മലയിടിച്ചിലുകളും ഉരുൾപൊട്ടൽ മൂലമാണ് ഉണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ട്. പൂർണ്ണമായും തീരദേശ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ല ഒഴികെ കേരളത്തിലെ 13 ജില്ലകളിലും വിവിധ തരത്തിലുള്ള ചെറുതും വലുതുമായ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള ജില്ലകളെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വയനാട്ടിൽ ഉണ്ടായ ദുരന്തത്തിന്റെ ആഘാതം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഒരു രാവ് പുലർന്നപ്പോൾ ഒന്നും ഇല്ലാതായവർ. നിസ്സഹായരായ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾ പൂർണ്ണമായും നശിച്ചത് ഒറ്റ രാത്രി കൊണ്ടാണ്. ഒരു ഉരുളിന്റെ രൂപത്തിലായിരുന്നു പ്രകൃതി ദുരന്തം എത്തിയത്. ഇപ്പോഴിതാ അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ ഭയന്ന് വടക്കൻ ജില്ലകളിൽ നിന്നും ആൾക്കാർ തെക്കൻ ജില്ലകളിലേക്ക് കുടിയേറാൻ ഒരുങ്ങുന്നു. ഏറ്റവും ഒടുവിലുണ്ടായ വയനാട് ദുരന്തം കൂടി എത്തിയതോടെയാണ് മലയോര ജില്ലകളിൽ നിന്നടക്കമുള്ളവർ കൂട്ടപ്പലായനത്തിൽ ഒരുങ്ങുന്നത്. ഓരോ രാത്രിയും ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് ആ ജില്ലകളിലുള്ളവർ പറയുന്നു. കാലം തെറ്റിയുള്ള മഴയും മറ്റു പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം തങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്നുവെന്നും കുടുംബത്തെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കുകയാണ് ഇപ്പോഴുള്ള ലക്ഷ്യമെന്നും അവർ പറയുന്നു. 2019 പ്രളയ സമയത്ത് വടക്കൻ ജില്ലകളിൽ നിന്നടക്കം ചിലർ പലായനം ചെയ്ത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ താമസമാക്കിയിരുന്നു. അവരിൽ പലരും ബിസിനസ്സുകാരും കർഷകരുമാണ്. കിടപ്പാടം പോലും വെള്ളത്തിലായതോടെയാണ് ഇവർ ജനിച്ചു വളർന്ന നാട് വിട്ട് പോരേണ്ടി വന്നതെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയാണ് വടക്കൻ ജില്ലകളിലെന്ന് അവർ പറയുന്നു. മുല്ലപ്പെരിയാർ എന്ന ജലബോംബ് എപ്പോൾ പൊട്ടുമെന്നറിയാതെ നിൽക്കുകയാണ്. അത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നു പോകുന്നു. വയനാട്ടിൽ ഉണ്ടായതുപോലെ ഒരു രാവ് പുലരുമ്പോൾ ഉള്ളതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് പലരിലും. വയനാട്, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലുള്ളവരാണ് പ്രകൃതി ദുരന്തത്തെ ഭയന്ന് തെക്കൻ ജില്ലകളിലേക്ക് കുടിയേറാൻ ഒരുങ്ങുന്നത്. ഇവരിൽ പലർക്കും ഏക്കർ കണക്കിന് കൃഷിയുണ്ട്. കൃഷിയും ബിസിനസ്സും സ്വന്തം ജില്ലയിൽ നിലനിർത്തിക്കൊണ്ട് കുടുംബത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനാണ് അവർ ആലോചിക്കുന്നത്. എന്നാൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ ഭൂമി കിട്ടാൻ പാടാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. പലയിടത്തും ഭൂമി അന്വേഷിച്ചെങ്കിലും വൻ തുകയാണ് ചോദിക്കുന്നത്. അതിനാൽ നഗരങ്ങളിൽ നിന്നും മാറി ഗ്രാമീണ മേഖലകളിലേക്ക് ഭൂമി കണ്ടെത്താനുള്ള തിരച്ചിലാണ് അവരിപ്പോൾ. ചിലരാകട്ടെ വടക്കൻ ജില്ലകളിലെ ഭൂമിയും വീടും വിറ്റുകിട്ടുന്ന കാശിന് തലസ്ഥാനത്തും കൊല്ലത്തും ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദുരന്തത്തെ കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരുന്നതിന് മുമ്പ് രക്ഷപ്പെടുകയാണെന്നും അവർ പറയുന്നു. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളാണ് പലരും. സാധാരണ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ ഇവരെയെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായിരിക്കും എത്തിക്കുക. പരിമിതമായ സ്ഥലത്ത് കൂടുതൽ ആൾക്കാരെത്തുമ്പോൾ അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. രോഗങ്ങളും വിട്ടുമാറാറില്ല. ഇതൊക്കെ കണക്കിലെടുത്താണ് മറ്റു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നത്.